അടുത്തത് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഏത് വർഷമാണ് വന്നതെന്നറിയോ? 2015. ഓക്കെ. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഒരു മെയിൻ ആയിട്ടുള്ള ആള് ഇന്ത്യയാണ്. അത് 2 കൺട്രീസ് ചേർന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ കൺട്രി ഏതായിരുന്നു എന്നറിയോ? ഫ്രാൻസ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നറിയോ? എവിടെയാ? ഗുരുഗ്രാം. അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഗുരുഗ്രാം. അപ്പൊ ഇവരാദ്യം വന്നപ്പോ, അതായത് ഒരു എന്താ പറയാ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിന്റെയും ഇടയിലുള്ള കൺട്രീസ്. ഈ കൺട്രീസിന്റെ ഒരു പ്രത്യേകത എന്താ? ജോഗ്രഫിക്കലി സ്പീക്കിംഗ് ഈ കൺട്രീസിന്റെ പ്രത്യേകത അതായത് ഇവർക്ക് എപ്പോഴും എന്ന് വെച്ചാൽ സൺലൈറ്റ് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കൺട്രീസിനെ വെച്ചിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം ഇതിന്റെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ UN മെമ്പേഴ്സിനും ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ചേരാം. അപ്പം അങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിലുള്ള കൺട്രീസിന്റെ പ്രത്യേകത അവർക്ക് എപ്പോഴും സൺലൈറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സോളാർ എനർജി പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പം തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയ്ക്കുള്ള കൺട്രീസ് ഒന്നുമില്ല. എല്ലാ UN മെമ്പേഴ്സിനും ഇതിന്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. അപ്പൊ ഇവരുടെ ഒരു ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഇതേപോലെ ഒരു സോളാർ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഇവരുടെ ഉദ്ദേശം. 1 സൺ 1 ഗ്രിഡ് 1 എർത്ത്. പിന്നെ ഇന്ത്യയിലെ കുറച്ച് സോളാർ എനർജി, അതായത് നമ്മുടെ ഇവിടെ സോളാർ എനർജി പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ്സ് പറഞ്ഞേ. റൂഫ് ടോപ്പ് സോളാർ സ്കീം. പിന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സോളാർ എനർജി സ്കീം കേട്ടിട്ടുണ്ടോ? അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരു സോളാർ പമ്പിന്റെ റിലേറ്റഡ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കുസും, പ്രധാനമന്ത്രി കുസും. കുസും എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സോളാർ പവേർഡ് ആയിട്ടുള്ള PM കുസും നാട്ടോ. സോളാർ പവേർഡ് ആയിട്ടുള്ള വാട്ടർ പമ്പുകൾ ഉപയോഗിക്കുക. അങ്ങനെ സോളാർ എനർജി ഉപയോഗിച്ച് വാട്ടർ പമ്പ്സ് വർക്ക് ചെയ്യിപ്പിക്കുക. PM സൂര്യഘർ എന്ന് പറഞ്ഞാൽ സോളാർ എനർജി വെച്ചിട്ട് എല്ലാ ഹൗസ് ഹോൾഡ്സിലേക്കും ഇലക്ട്രിസിറ്റി എത്തിക്കുക. സൂര്യഘർ. അപ്പോൾ റൂഫ് ടോപ്പ് സോളാർ സ്കീം, പ്രധാനമന്ത്രി കുസും, അതേപോലെ തന്നെ സൂര്യഘർ, ഇതൊക്കെ നോക്കി വെക്കണം. പിന്നെ നമുക്ക് കുറെ സോളാർ പാർക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു വേൾഡിലെ ഏറ്റവും വലിയ സോളാർ പാർക്കാണോ ഇന്ത്യയിലുള്ളത്? എന്തോ? ഗുജറാത്തിലുള്ളത്. വേൾഡിലെ ആണോ ഏഷ്യയിലെ ആണോ നോക്കി. പിന്നെ നമുക്ക് ഇതുമൊക്കെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. സോളാർ പവേർഡ് ആയിട്ടുള്ള ഈ എയർപോർട്ട്സ്, ഈ കംപ്ലീറ്റ്ലി സോളാർ പവേർഡ് ആയിട്ടുള്ള ലോകത്തിലെ ഒരു ഫസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതിന് നമുക്ക് അന്ന് ചാമ്പ്യൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന അവാർഡൊക്കെ കിട്ടിയിരുന്നു. ഓക്കെ, കൊൽക്കട്ടയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ അതും പറയാം, ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്സ്. പിന്നെ ഈ സോളാർ പവർ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താ? അങ്ങനെയല്ല, ഇതിന് ഈ സോളാർ എനർജി ജനറേഷനുള്ള മേജർ ആയിട്ടുള്ള ഒരു ചലഞ്ച് എന്താ? ഏറ്റവും മേജർ ആയിട്ടുള്ള ചലഞ്ച് ഇല്ല, അത് ബാറ്ററി ഒരു പ്രശ്നമാണ്. പക്ഷെ മെയിൻ ആയിട്ടും ഈ മൺസൂണിലൊക്കെ സൂര്യൻ ഇല്ലല്ലോ. അപ്പൊ ഭയങ്കര സീസണൽ ആണ്. അതിന്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര സീസണൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതലും എന്ന് വെച്ചാൽ സോളാർ പവർ പ്ലാന്റ്സ് അല്ല, വിൻഡ് എനർജി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. ഗ്രിഡ് കണക്ടിവിറ്റി ഇവരെല്ലായിടത്തും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സോളാർ പവർ പ്ലാന്റ്സിന്റെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ഇപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോളാർ പവർ പ്ലാന്റ്സ് പോലെയല്ല, ആ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി, ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ വെള്ളം മതിയല്ലോ. അപ്പൊ സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. സോളാർ എനർജിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വളരെ സീസണൽ ആണ്. അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സോളാർ പവർ പ്ലാന്റ്സിന്റെ പാനൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ചൈനയിൽ നിന്നാണ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഫ്രൈറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റെയിൽ നെറ്റ്വർക്ക്സ് കൊണ്ടുവരിക. അതിനാണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് ഉണ്ടെങ്കിലുള്ള ഉപയോഗം എന്തൊക്കെയാ? ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് ഉണ്ടെങ്കിൽ ഇത് വെറുതെ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ മാപ്പ് പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഈസ്റ്റേൺ എന്താ പറയുന്നത്, ഈസ്റ്റേൺ എന്ത് കൊറിഡോർ, ഈസ്റ്റ് കോസ്റ്റ് കൊറിഡോർ, വെസ്റ്റ് കോസ്റ്റ് കൊറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാപ്പൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അവരെന്തായാലും മുഴുവനൊന്നും നോക്കുകയല്ല, 2-3 സ്ഥലങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പക്ഷേ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫ്രൈറ്റ് മൂവ് ചെയ്യാൻ, ഫ്രൈറ്റ് അങ്ങനെ മൂവ് ചെയ്യുമ്പം ഉള്ള ഉപകാരം, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രൈറ്റ് കൊറിഡോഴ്സ് കൊടുക്കുമ്പോൾ ഉപകാരം എന്ന് വെച്ചാൽ ബാക്കിയുള്ള റെയിൽവേ സർവീസുകൾക്കൊക്കെ എന്ന് വെച്ചാൽ അതിൽ അങ്ങനെ ഗൂഡ്സ് മൂവ് ചെയ്യേണ്ടി വരികയല്ല. അപ്പം ഇപ്പൊ ഇത് ഗൂഡ്സ് മാത്രം മൂവ് ചെയ്യാനല്ലേ, അപ്പം ഇതിനിടയ്ക്കൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. ഇത് ഗൂഡ്സിന്റെ മൂവ്മെന്റ് വളരെ സ്വിഫ്റ്റർ മൂവ്മെന്റ് ആക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഗൂഡ്സിന്റെ മൂവ്മെന്റിന്റെ കോസ്റ്റ് കുറയ്ക്കും. കോസ്റ്റ് കുറയ്ക്കുമ്പോൾ എപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭയങ്കരമായിട്ടും കൂടും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്തോ റെയിൽ നെറ്റ്വർക്ക്സ് ആണ്, റെയിൽവേ മാത്രമാണ്. അപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭയങ്കരമായിട്ടും കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അല്ലാത്ത റെയിൽ നെറ്റ്വർക്സിലുള്ള കൺജഷൻ ഭയങ്കരമായിട്ടും കുറയും. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂടും. പിന്നെ ഇൻഡസ്ട്രിയൽ റീജിയൻസിനെല്ലാം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഈ ഏരിയയിലെല്ലാം, അതായത് ഇപ്പം ഈ ഒരു ഭാഗത്തുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ റീജിയൻസിനെയും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അതിൻ്റെ ഒരു, അപ്പോൾ ഈ ഒരു ഫുൾ റീജിയനിൽ ഒരു വലിയ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നു. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. ഒരു ഇതിൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇന്ത്യയിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ദിസ് റിയാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കൊറിഡോഴ്സ് പറയാം. അപ്പം ഇത് നമ്മളുടെ ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റിനെ കൂടുതലും ചീപ്പറാക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത്. അതിൻ്റെ പേരുകൾ, അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത്ര കറക്റ്റായിട്ട് പഠിക്കണം എന്നില്ല, പക്ഷെ എന്നാലും ഏറെക്കുറെ അറിഞ്ഞിരിക്കണം. നമുക്ക് മെയിൻസിന് ഈ മാപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.